ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ദ വീഡിയോ. അപ്പം നമുക്കാണെങ്കിൽ ഇനിയിപ്പം 3-4 ദിവസമായിട്ട് നമുക്കിപ്പോൾ ലീവും കാര്യങ്ങളൊക്കെയാണ്. കാരണം മഴയൊക്കെ ആയതുകൊണ്ട് നമുക്ക് ലീവാണ്. ഞാൻ വിചാരിച്ചു എൻ്റെ ഹോസ്റ്റലിലെ ഒരു ഡേ ഇൻ മൈ ലൈഫ് കാണിക്കാമെന്ന്. എല്ലാം ഉണ്ടോയെന്നൊന്നും അറിയത്തില്ല. അപ്പോൾ ഉള്ള കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ഒരു കുട്ടി ഡേ ഇൻ മൈ ലൈഫ്. ഇപ്പോൾ എഴുന്നേറ്റതേ ഉള്ളൂ. ഇപ്പോൾ ആണ് ഈ സമയം എത്രയാണ് 8:20 അപ്പം നമുക്ക് 8 മണി തൊട്ട് ഒരു 9:15-9:30 വരെയാണ് ഇവിടുത്തെ ഫുഡ് ടൈം. അപ്പം എഴുന്നേറ്റ് പോയാലേ വെള്ളമൊക്കെ കിട്ടത്തുള്ളൂ. അപ്പം നമുക്ക് ഫുഡ് കഴിക്കാനായിട്ട് പോകാം. അല്ല, ആദ്യം പല്ല് ബ്രഷൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പം പല്ല് കഴിക്കട്ടെ. ഹായ്, നമ്മൾ പല്ലൊക്കെ തേച്ച് കഴിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പം ഇനിയിപ്പോൾ പോയി താഴെ പോയി ഫുഡ് എടുക്കണം. അതിന് മുന്നേ ഞാൻ മുഖമൊക്കെ കഴുകി കഴിയുമ്പോൾ എന്ന് വെച്ചാൽ ഫേസ് വാഷ് ഒക്കെ ഇട്ട് കഴിയുമ്പോഴത്തേന് മുഖം ഭയങ്കര ഡ്രൈ ആവത്തില്ല. അല്ലെങ്കിൽ എൻ്റെ ഡ്രൈ സ്കിന്നാണ്. അപ്പം പിന്നെ അതും കൂടാഞ്ഞ് ഫേസ് വാഷും കൂടി ഇട്ട് കഴിയുമ്പോൾ കുറച്ചും കൂടി ഡ്രൈ ആവും. അപ്പം നമ്മൾ മോയ്സ്ചറൈസർ യൂസ് ചെയ്യാറില്ലേ? അപ്പം ഞാൻ യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസർ എന്ന് പറഞ്ഞാൽ മറ്റേ പോൺസിൻ്റെ സൂപ്പർ ലൈറ്റ് ജെൽ എന്ന് പറഞ്ഞ ഇതാണ്. ഹൈഡ്രേറ്റഡ് ഗ്ലോ. ഇതെല്ലാവരും യൂസാക്കുന്നതായിരിക്കാം, അറിയില്ല, പലർക്കും പലതായിരിക്കും. പക്ഷെ ഇതെനിക്ക് യൂസ് ചെയ്തിട്ട് അടിപൊളിയായിട്ട് തോന്നുന്നു. ഇവിടെ നല്ല മഴക്കാറാട്ടോ. നിങ്ങളുടെ അവിടെയൊക്കെ എങ്ങനെയാണ്? എല്ലാവരും വീട്ടിൽ സേഫായിട്ടൊക്കെ ഇരിക്കുക, പുറത്തേക്കൊന്നും പോകാണ്ട്. കാരണം ഇപ്പം നല്ല മഴയും വെള്ളപ്പൊക്കവും ഒക്കെയല്ലേ. എല്ലാവരും വീട്ടിൽ സേഫ് ആവുക. ഒത്തിരി ഒന്നും എടുത്ത് കാര്യപ്പോൾ കണ്ടൊരു ആവശ്യമില്ല. എൻ്റെ സ്കിൻ കെയർ റുട്ടീൻ എന്നൊക്കെ പറയുന്നത് വളരെ ഒന്നും പറയാനില്ല. കാരണം ഞാൻ അങ്ങനെ സ്കിന്നും അധികമായിട്ട് നോക്കാറൊന്നുമില്ല. വല്ല വീഡിയോസൊക്കെ കാര്യമായിട്ടിരുന്ന് കാണുമെന്ന് വിചാരിച്ചു. ഞാൻ സ്കിൻ കെയറിൻ്റെ ഒക്കെ വീഡിയോ അന്നത്തെ ആ ഒരാഴ്ച ഭയങ്കര സ്കിൻ കെയർ കാര്യങ്ങളൊക്കെ ആയിരിക്കും. പിന്നെ പഴയ പോലെ തന്നെ ഒന്നും ചെയ്യാറുണ്ട്. മടിയാണ് എനിക്ക്. രണ്ടാമത്തെ കാര്യം, നമുക്ക് ടൈമും കിട്ടത്തില്ല. എഴുന്നേൽക്കുന്നത് 8:30. അപ്പം പിന്നെ എപ്പോൾ എഴുന്നേറ്റ് എന്ത് ചെയ്യാൻ? പിന്നെ നമ്മൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ വെള്ളം കുടിക്കണം കേട്ടോ ഗൈസ്. പലരും പറയുന്ന ഒരു ബോട്ടിൽ വെള്ളം മതി. എന്നെക്കൊണ്ട് പറ്റത്തില്ല ഒരു ബോട്ടിൽ വെള്ളമൊന്നും മതി. കാരണം എനിക്ക് ഛർദ്ദിക്കാൻ വരും. അത്രയും വെള്ളം കുടിച്ചാൽ കുറച്ച് വെള്ളം കുടിക്കാം. അപ്പം നമ്മൾ മൊത്തത്തിൽ എന്തായി? ഹൈഡ്രേറ്റഡായി. ഇനിയിപ്പം നമ്മൾ നേരെ താഴെ പോയി ഫുഡ് എടുക്കാനായിട്ട് പോകും. എല്ലാവരും ഒന്നും എഴുന്നേറ്റില്ല. ഞാൻ എന്തായാലും എഴുന്നേറ്റ്. എനിക്കാണെങ്കിൽ വിശക്കൊന്നുമുണ്ട്. ഇന്നലെ രാത്രി ഞാനൊന്നും കഴിച്ചിട്ടില്ല. ഇപ്പോൾ രാവിലെ ആയപ്പോൾ തന്നെ വിശക്കും. ഇപ്പോൾ ഞാൻ എഴുന്നേറ്റതല്ല. ഇപ്പോൾ ഒന്നും ഞാൻ എഴുന്നേൽക്കത്തില്ല. അത് വേറെ കാര്യം. ഇപ്പോൾ താഴെ പോയി ഫുഡ് കഴിക്കട്ടെ. ഹലോ ഗായ്സ്, അപ്പം ഈ ഒരുങ്ങി കെട്ടിപ്പറക്കിയിരിക്കുന്ന എന്താണെന്ന് ചിന്തിക്കും. വേറെ ഒന്നുമല്ല, നമ്മളാണെങ്കിൽ മറ്റേ ലിപ്സ്റ്റിക് കളക്ഷൻ്റെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം അതിന് വേണ്ടി ഒരുങ്ങി പറക്കി നിൽക്കുന്നത് ആണ് ഇതാണ് നമ്മുടെ ലിപ്സ്റ്റിക്. എൻ്റെ കയ്യിലുള്ള ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ്. അത് ഞാൻ കാണിക്കത്തില്ല. ഇതൊക്കെ ഞാൻ ഷോർട്സിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം അതിന് വേണ്ടി ഒരുങ്ങി കെട്ടിപ്പറക്കി നിൽക്കുന്നതാണിത്. അപ്പം ഞാൻ പോയി ഷോർട്സ് എടുക്കട്ടെ. അപ്പം അതിന് വേണ്ടി നമ്മൾ ഒരുങ്ങട്ടെ. എന്നാലും കണ്ണും പൊട്ടും ലിപ്സ്റ്റിക്കും എല്ലാ കാര്യവും കിട്ടിയിട്ടുണ്ട്. ഇപ്പം തലയൊന്ന് ചീനി പറക്കിയെടുക്കണം. അതിപ്പോൾ ചെയ്തെടുക്കണം. അപ്പം ഇപ്പോൾ ആണെങ്കിൽ വെയിൽ തെളിഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ ഓർത്ത് വീഡിയോ എടുത്ത് വെച്ചേക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കട്ടെ. അപ്പം എന്നിട്ട് വീഡിയോ എടുത്തിട്ട് വരാം. ഓക്കെ ഗായ്സ്, നമുക്ക് ഇതുവരെയായിട്ട് ഫുഡ് കിട്ടിയില്ല. നമ്മളതുകൊണ്ട് പ്രതിഷേധത്തിലാണ്.
പ്രതിഷേധിക്ക്. ഇവളിപ്പോഴാണ് എഴുന്നേറ്റ് വന്നത്. ഞാൻ നേരത്തെ എഴുന്നേറ്റു, ഇവളിപ്പോൾ എഴുന്നേറ്റ്. ഇത് ഇവളുടെ ടോയാണ്. ഇതിന്റെ പേരെന്താ? അല്ല, ഇതിന്റെ ശരിക്കും ഇതിന്റെ പേരെന്താ? കൊച്ചു കുഞ്ഞ് കണ്ടോ ഇതുപോലത്തെ കളക്ഷൻ ഇരിക്കുന്ന ഇരിപ്പ് കണ്ടോ. ഹലോ ഗായ്സ്, അപ്പോൾ കുറച്ച് ദിവസമൊക്കെ ആയിട്ട് മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ നമുക്ക് തുണിയൊന്നും അലക്കാനായിട്ട് പറ്റിയിട്ടില്ല. ഇപ്പോഴാണ് ശരിക്കും മഴയെന്ന് കുറഞ്ഞു. അപ്പോൾ വിചാരിച്ച് വെയിലുണ്ടോയെന്ന് ചോദിച്ചാൽ അത്യാവശ്യത്തിന് വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ വിചാരിച്ചു ഒന്ന് അലക്കി പെറുക്കി ഇടാന്ന്. കാരണം തുണി നല്ലോണം ഉണ്ട് അലക്കാനായിട്ട്. ഇനിയും അലക്കാതിരുന്ന് കഴിഞ്ഞാൽ ഡ്രസ്സ് വല്ലാണ്ട് രീതിയിൽ കുന്നുകൂടത്തേ ഉള്ളൂ. അപ്പം പിന്നെ അലക്കാമെന്ന് വിചാരിച്ചു. ഗൈസ്, അങ്ങനെ നമ്മൾ നമ്മുടെ തുണികളെല്ലാം അലക്കി പറക്കി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഇതേടെ ഓടി പറക്കി മഴക്കാറെല്ലാം പിന്നെയും വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ തുണി വിരിച്ചിടാൻ പറ്റത്തില്ല. അപ്പോൾ എല്ലാം പറക്കി കെട്ടി നമുക്ക് നേരെ റൂമിൽ കൊണ്ടുപോകേണ്ടി വരും. അപ്പോൾ ഇന്നത്തെ ഡ്യൂട്ടി കംപ്ലീറ്റ്. ഇനിയിപ്പോൾ അലക്ക് കഴിഞ്ഞ് ഇനിയൊന്ന് സ്വസ്ഥമായിട്ട് പോയി ഒന്ന് കടന്നുറങ്ങണം. അതല്ല എൻ്റെ ഈ അമ്മേ നല്ല വെയിറ്റ് ഉണ്ട്. കുറേ ദിവസമായി ഗൈസ് അലക്കാനായിട്ടുള്ള തുണി ഇങ്ങനെ വെച്ചോണ്ടിരിക്കുന്നു. ഗായ്സ്, നമുക്കാണെങ്കിൽ കുടിക്കാനായിട്ട് വെള്ളമില്ല. അപ്പം ഞാൻ ചൂടുവെള്ളം എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം അടുപ്പത്ത് നമ്മുടെ വെള്ളം വെച്ചിട്ടുണ്ട് തിളപ്പിക്കാനായിട്ട്. ഹായ് ഗായ്സ്, ഇതാണ് നമ്മുടെ ഹോസ്റ്റലിലെ ചോട്ടു അല്ലേ? അതെ അതെ, നമ്മുടെ ചോട്ടു. ചിന്മു എന്നാണ് നമ്മൾ വിളിക്കുന്നത്. ഇവളാണെങ്കിൽ ഇവിടെ ബാഡ്മിൻ്റനായിട്ട് പഠിക്കാനായിട്ട് വന്നേക്കുന്ന മുതലാണ്. അതെ, അവൾ വന്നപ്പോൾ കൊണ്ടുവന്ന് തന്നതാണ്. എന്നോടുള്ള സ്നേഹം കൊണ്ട് തക്കാളി ഞുറുക്കും, പിന്നെ ഇതാ മിഠായും. അവിടെ ഇരുന്ന് ഷേക്കും കുടിക്കുന്നത്. അടുത്ത അടിക്കുള്ള പ്ലാനാ. തംസ് അപ്പ്. ഹായ് ഗായ്സ്, അപ്പം നമ്മുടെ ഇന്നത്തെ ഹോസ്റ്റൽ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാം ഒന്നും ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.